ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓൾ കേരള റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരത്തെ നീട്ടിട്ടുള്ളത്. ഏറെക്കുറെയൊക്കെ രാത്രി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമ്മളെ ബാഗിൽ സെറ്റാക്കി വെക്കാനുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് രാവിലെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നേരത്തെ പോകണം, എന്നാൽ നമുക്കൊരു രാവിലെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വണ്ടിത്തിരക്കൊക്കെ കുറവാകുമ്പോൾ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലോങ്ങൊന്നും നമ്മളിന്ന് റൈഡ് ചെയ്യാൻ വിചാരിക്കണില്ല. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ മാക്സിമം കൊണ്ടോട്ടി വരെ എത്താൻ പറ്റുമോ നോക്കണം. അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം മാക്സിമം ട്രാവലിങ് രാവിലെ ആക്കണം എന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ എങ്ങനെയൊക്കെ എന്ന് പോകാമെന്നുള്ളത് നമുക്കറിയില്ല. ഒക്കെ നമ്മൾ ഒരു ഫ്ലോയിൽ വിടാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ നീറ്റിക്കണം. അപ്പം പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ സെറ്റാവണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഏകദേശം നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ എല്ലാം ഇന്നലെ രാത്രി തന്നെ സെറ്റാക്കിയതുകൊണ്ട് വലിയ പരിപാടികളൊന്നുമില്ല. ഇത് സെറ്റാക്കി ബാക്കാക്കണം എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ കവറിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെർഫ്യൂം സെയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര പോകണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഏറെക്കുറെയൊക്കെ നമ്മളെ 2 ബാഗിലും ആക്കിയിട്ട് ഡക്കാത്തിലോൻ്റെയും ട്രക്കാനേറിൻ്റെയും ബാഗിലൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സമയം ഒരു 7 മണി ആവാനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സൈക്കിളിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ. കുട്ടികളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സൈക്കിളിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലഗേജൊക്കെ 2 സൈക്കിളിലായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 7 മണി കഴിഞ്ഞ് എന്തായാലും കുട്ടികളൊക്കെ റെഡി ആയിക്കണ്. ഈ സൈക്കിളിലെ ലഗേജ് ഏകദേശം നമ്മൾ സെറ്റാക്കി. കുറച്ച് ഹെവിയാണ്, നോക്കാം നമുക്ക് പറ്റുമെന്നുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ സൈക്കിളിലുള്ള പാക്കിങ്ങിലാണ്. കാഹിലോ പിടിച്ചു കൊടുത്താ ആരും എങ്ങടാ പോണേ? ഏ പറഞ്ഞ നമ്മൾ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോകുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയാണ്ട് ജസ്റ്റ് ഇവിടുത്തൊരു ഹോട്ടൽ കണ്ടപ്പം പാർക്ക് ചെയ്തതാണ്. ഏകദേശം വിചാരിച്ചില്ലാതൊക്കെ വരാൻ പറ്റി. ആദ്യമേ കഴിക്കാണ് ദോശയും ഞങ്ങൾക്ക് പൊറാട്ടയും ബീഫും മീൻകറിയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കാഹില? സൂപ്പറാ. ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ജ്യൂസ് കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ജ്യൂസ് തന്നു. അതേപോലെ തന്നെ ചായ മേടിച്ചു തന്നു. അങ്ങനെ കുറേ ആൾക്കാർ നമ്മളടുത്ത് ഫുഡ് അയച്ചോ, എന്തെങ്കിലും വേണോ മേടിച്ചു തരണോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു. നമുക്ക് എന്തായാലും ആളുകളിൽ നിന്ന് ഒരുപാട് സ്നേഹം പിടിച്ചെടുക്കാൻ പറ്റി ഈ ട്രിപ്പിലൂടെ. അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ഇതിലേറെ പ്രതീക്ഷിക്കണു. നമുക്ക് ഒരുപാട് നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാനും അതിലേറെ അവരൊക്കെ സ്നേഹം അനുഭവിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടാവും വിചാരിക്കുന്നു. ഏകദേശം രാമപുരമൊക്കെ എത്തിയപ്പോൾ നമ്മൾ ചെറുതായിട്ട് സെയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഹലോ, ഒരു കച്ചവടക്കാരനല്ലേ? മോശല്ലേ? കച്ചവടക്കാരൻ വരുമ്പോഴേ മോശല്ലേ? പേരെന്താ? എന്താ ഒരു ഹായ് പറഞ്ഞോ.
മലപ്പുറത്തെത്തി. ഇപ്പോൾ തൽക്കാലം ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ നമ്മൾ ടെൻ്റെടുക്കാനുള്ള സ്പേസ് ഒന്നും നോക്കിയിട്ടില്ല. ഇവിടെ 2 ദിവസം എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 ദിവസം എന്തായാലും റൂം എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് എത്തി. അപ്പോൾ ഏകദേശം ഇപ്പോൾ 3 മണി 4 മണിയൊക്കെ ആയി. നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ റൂം എടുത്ത് നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം നമ്മളെടുത്ത് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കുക്കിങ്. ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുക. ഇനിയിപ്പോ അതുപോലെ ഓൾ കേരള മൊത്തം പരിചയപ്പെട്ട എന്താ പരിചയപ്പെട്ട എന്റെ പേര് വെക്ക് തൊപ്പിക്കട ഒരു ഇന്റേൺഷിപ്പുകാരാണ് കളിക്കുന്നത്. വീട്ടിലായി അതിന് പേടിയില്ല മാസം പേടിയില്ല. അപ്പോൾ നമ്മളങ്ങനെ മലപ്പുറത്ത് എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ റൂം സെറ്റാക്കിക്കൊണ്ട് നിൽക്കണം. അപ്പം എന്തായാലും റൂം എടുത്ത് സ്റ്റേ ചെയ്യണം. അപ്പം മലപ്പുറത്ത് അല്ലേ താഹിലിന് എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? സെയിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട് ചെയ്തില്ല നമ്മൾ? നാളെ നമുക്ക് ഇതിലേറെ ഉഷാറായിട്ട് ചെയ്യണ്ടേ? സെറ്റല്ലേ? അപ്പം നമ്മൾ റൂമൊക്കെ എടുത്ത് സെറ്റായി മലപ്പുറത്ത്. അപ്പം ഇനിയിപ്പോൾ ഇന്നത്തെ റൈഡ് സക്സസ്ഫുള്ളി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ നമ്മളിവിടെ ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ ഇന്ന് റെസ്റ്റ് എടുക്കണം. വേറൊരു പരിപാടി ഇല്ല. എന്താ മക്കളൊക്കെ അവിടെ കടന്നു. അപ്പോൾ അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽ ചെയ്യാനും പിന്നെ ആൾക്കാരുടെ റെസ്പോൺസൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു നമ്മളെ റൈഡ്. കുറച്ച് ചില ആൾക്കാർക്കൊക്കെ ഇവരിപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. എന്നാലും അധികം ആൾക്കാർക്കും എന്തായാലും നമ്മളെ ഒരു തോട്ട് ഭയങ്കര ഇഷ്ടമായിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് കാണണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം.